ഒരു കിഡ്നി രോഗം ഉണ്ടായിരുന്നു, അതിന് പ്രതിവിധിയായിട്ടാണ് നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടത്തി കഴിഞ്ഞത്. ഇനി എനിക്ക് ആ പഴയ രോഗം തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ, അതോ ശാശ്വതമായ എൻ്റെ രോഗം മാറിക്കഴിഞ്ഞോ, ഈ ഒരു സംശയം ഉണ്ടാവും. അതിനെന്താണ് മറുപടി? നമ്മുടെ ആദ്യത്തെ കിഡ്നിയുടെ അസുഖം എന്ത് രോഗത്താൽ വന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കും നമുക്ക് അസുഖം വീണ്ടും വരാനോ അല്ലെങ്കിൽ ആ അസുഖം വീണ്ടും വന്നതുകൊണ്ട് നമുക്ക് കിഡ്നി ഫെയിലിയർ ആകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് ഓൾറെഡി നമ്മൾ ഒരു ക്ലോസ് ഫോളോ അപ്പിലാണ്, അതായത് അടിക്കടി ഡോക്ടറെ കാണുന്ന ഒരു പ്രൊസീജിയറിൽ കൂടെ കടന്നു പോകുന്നതുകൊണ്ട് ഈ രോഗങ്ങളുടെ ഏർലി ഡിറ്റക്ഷൻ ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അത് പ്രോഗ്രസ് ചെയ്യാതിരിക്കാനുള്ള സ്റ്റെപ്സ് നമ്മളൊരു സൈഡിൽ നിന്ന് എടുക്കും. രണ്ടാമത്തത്, നേരത്തെ ഉണ്ടായിരുന്ന അസുഖം എന്താണെന്നുള്ളത് നോക്കിയിട്ട് ചില അസുഖങ്ങൾ, ഫോർ എക്സാമ്പിൾ ഒരു ടിപ്പിക്കൽ HUS, അതായത് ഹീമോളിറ്റിക് യൂറീമിക് സിൻഡ്രോം കാരണം അല്ലെങ്കിൽ TMA കാരണം വന്നുള്ളൊരു അസുഖമാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും റിക്കവർ ചെയ്യാനുള്ള സാധ്യതയും, ഗ്രാഫ്റ്റ് ലോസ്, അതായത് ആ കിഡ്നിയുടെ ഫംഗ്ഷൻ പൂർണ്ണമായി പോകാനുള്ള സാധ്യത, കിഡ്നി ഫംഗ്ഷനിൽ വച്ച കിഡ്നിയുടെ ഫംഗ്ഷനും പൂർണ്ണമായി ഇല്ലാതാകാനുമുള്ള സാധ്യതയുള്ള വളരെ വലിയ അസുഖം. അത്തരം പേഷ്യൻസിന് നമ്മൾ ഒരിക്കലും ഒരു ലൈവ് ട്രാൻസ്പ്ലാന്റേഷൻ ഒരിക്കലും അഡ്വൈസ് ചെയ്യില്ല.